അല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. പേടിക്കുന്നുണ്ട്. An erotic horror thriller from Mollywood starring യുവാക്കളുടെ വയറ്റിലെ മഞ്ഞ് മറിയ ആൻഡ് യുവാക്കളുടെ ഞരമ്പിലെ തീ ദേവ്ജി. ഇപ്രാവശ്യം ദേവ്ജി ഫാൻസ് വൻ പ്രിപ്പറേഷന്റെ ശവപ്പെട്ടിയൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. 2000s യൂത്തിനെ ഒരേ സമയം ചഞ്ചലപ്പെടുത്തുകയും പേടിപ്പെടുത്തുകയും ചെയ്തൊരു പടം. ഒരു മഴയുള്ള രാത്രി മറിയ ഒരു ബസ് സ്റ്റോപ്പിൽ ഓടിക്കറി നിൽക്കുകയാവും. അപ്പോഴാണ് അവിടെ ഒരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. മറിയെ കണ്ടതും അവൻ, ഞാനൊരു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫറാ, കുട്ടിയുടെ കുറച്ച് ഫോട്ടോ എടുത്തോട്ടെ. യെസ് ഗൈസ്, ഇവനാണ് ഈ ട്രെൻഡ് കണ്ടുപിടിച്ചത്. Ladies and gentlemen, we got him. വളരെ സൗന്ദര്യമുള്ള മുഖം, വിരോധമില്ലെങ്കിൽ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ. അതിനെന്താ എടുത്തോ. ഫോട്ടോ എടുക്കാൻ തുടങ്ങിയതും മറിയ ആ സാരി അങ്ങിച്ച് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. What the hell? ഇത്രയും സഹകരിച്ച് പോസിംഗ് കൊടുത്തത് പോരഞ്ഞിട്ട് ആ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ അവളുടെ തലയൊന്ന് ശരിയാക്കി കൊടുക്കും. അപ്പതോ യെസ് ഗൈസ്, മറിയ ഒരു ഗോസ്റ്റ് ആണ്. നിശീദിനി. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ രാവിലെ കുളിച്ച് കുട്ടപ്പനായി അമ്പലത്തിലെത്തുന്ന ദേവ്ജിയിൽ നിന്നാണ്. രാവിലെ തന്നെ കുളിച്ച് പാന്റും ഷർട്ടും ഇട്ട് അമ്പലത്തിൽ പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക, വല്ല ഓഫീസിൽ പോവാനോ അല്ലെങ്കിൽ വല്ല ഇന്റർവ്യൂവിന് പോവാനോ ആയിരിക്കുമെന്നല്ലേ. ബട്ട് ഗൈസ്, അങ്ങേര് കുളിച്ചൊരുങ്ങി നട്ടുച്ച വെയിലത്ത് പാടത്തിന്റെ നടുവിൽ പോയി പൂ മണത്ത് കിടക്കും. ഈ പൂ മണത്തുള്ള കിടത്തം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ ദേവ്ജി ഇതിൽ വൺ റൊമാൻറ്റിക് ആണ്. അതെ, ദി ദേവ്ജി മറിയ റൊമാൻസ്. ദേവ്ജിയുടെ റൊമാൻസ് കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ദി ദേവ്ജി റൊമാൻറ്റിക് ടിപ്സ്. Attempt these tips at own risk. We do not accept any responsibility. ചുമ്മാ ഇരുന്ന് പണി നോക്കുന്ന കാമുകിയെ കല്ലെടുത്തെറിയുക, പിന്നെ നല്ല രീതിയിൽ ഫ്ലർട്ട് ചെയ്യുക. എന്നിട്ട് അവളെ തെങ്ങിൻ തോപ്പിലിട്ട് 2 റൗണ്ട് ഓടിപ്പിക്കുക. ഇത്രയൊക്കെ ചെയ്താൽ മതി, സിമ്പിളായി കല്യാണം വരെ കാര്യങ്ങൾ എത്തും. കല്യാണം കഴിഞ്ഞതും ദേവ്ജിക്ക് ശുക്രൻ അടിച്ച പോലെയാ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിടും. ഇനി മേലാൽ ഇവിടെ താമസിക്കാൻ അനുവാദമില്ല. ഉണ്ടായിരുന്ന ജോലിയും പോവും. നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, ഇതാ ഡിസ്മിസ് ഓർഡർ. ആകെ ഉണ്ടായിരുന്ന ബൈക്ക് കേടാവും. റോഡ് സൈഡിലൂടെ പോകുന്നവർ വരെ കല്യാണം കഴിഞ്ഞതിന് കൺഗ്രാറ്റ്സ് പറയാൻ വരുന്നത് പോലെ വന്ന് ദേവ്ജി ആക്രമിച്ചിട്ട് പോവും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇനി എന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് വണ്ടി തള്ളി നടക്കുമ്പോഴാവും ഒരു ഫാം ഹൗസിന്റെ മുന്നിലെത്തുന്നത്. അവർ അവിടെ താമസിക്കാൻ തീരുമാനിക്കും. ഫാം ഹൗസിൽ കയറിയതിനു ശേഷം ദേവ്ജിയുടെ ഫിലോസഫിക്കൽ റൊമാൻസ് ആണ്. ഉറങ്ങുമ്പോഴും ഒരൊറ്റ സുഖമാണ്, പക്ഷേ ഉണർന്നിരിക്കുമ്പോൾ കിട്ടുന്ന സുഖം അനുഭവം എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇതിന്റെയൊക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ കഥ പറയാൻ സമയമില്ല, നീ വാ നമുക്ക് പോവാം. സൗന്ദര്യമുള്ള ഭാര്യ അടുത്തിരിക്കുമ്പോ ഏതൊരു ഭർത്താവും ബലവാനായി മാറും. ഇതിന്റെ അർത്ഥം എനിക്കറിയാം. ഈ ഡയലോഗ്സ് ഒക്കെ വല്ല മുസ്ലിം പവറിന്റെ ടാഗ് ലൈൻ ആയിട്ട് ഉപയോഗിക്കാലോ. സൗന്ദര്യമുള്ള ഭാര്യ അടുത്തിരിക്കുമ്പോ ഏതൊരു ഭർത്താവും ബലവാനായി മാറും. Musli Power Extra, an ISO 9001:2000 certified company. ഈ സൈസ് പടങ്ങൾക്കൊക്കെ നല്ല വൃത്തിയാവും. കാരണം നമുക്കൊന്ന് പോയി കുളിച്ചിട്ട് വരാം പ്ലീസ്. കുളി എന്നൊരു വിചാരം മാത്രമേ എല്ലാവർക്കും ഉണ്ടാവുകയുള്ളൂ. നീ ആദ്യം കുളിച്ചിട്ട് വാ, എന്നിട്ട് ഞാൻ കുളിക്കാം. ഈ വീട്ടിൽ ആദ്യമായി കയറുമ്പോ തന്നെ അവർ ചോദിച്ചത് കട്ടിലും കസാരയും ഒന്നുമല്ല, പകരം ഇവിടെ കുളിക്കാൻ വല്ല സൗകര്യമുണ്ടോ? ആ ലെവൽ വൃത്തിയാണ് കഥാപാത്രങ്ങൾക്കെല്ലാം. പുറകിൽ കിണറുണ്ട്, പമ്പ് സെറ്റും ഉണ്ട്. പമ്പ് സെറ്റ് ഉണ്ടെന്ന് കേട്ടതും അവറ്റങ്ങളുടെ മുഖത്തെ സന്തോഷം കണ്ടു. അങ്ങനെ മറിയെ കുളിക്കാൻ പോകും. ഈ സമയത്താണ് നമ്മളെല്ലാരും കാത്തിരുന്ന ഇവന്റ് നടക്കുന്നത്. സ്വന്തം ഫസ്റ്റ് നൈറ്റ് സ്വപ്നം കണ്ട് കിടക്കുകയായിരിക്കും നമ്മുടെ ദേവ്ജി. അയാളെ ആ വീടിന്റെ ഓണറും വേലക്കാരനും ചേർന്ന് കൊല്ലും. My time has come. Play the music.
പിന്നീട് പിന്നാമ്പുറത്ത് കുളിച്ചുകൊണ്ടിരിക്കുന്ന മറിയയെ റേപ്പ് ചെയ്ത് കൊല്ലും. എന്നിട്ട് രണ്ടാൾക്കാരെയും ഒരു തെങ്ങിൻ തോപ്പിൽ പോയി കുഴിച്ചിടും. തെങ്ങിൻ തോപ്പിൽ തുടങ്ങിയ പ്രണയം തെങ്ങിൻ തോപ്പിൽ തന്നെ അവസാനിച്ചു. മറ്റൊരിടത്ത് ആ ഹൗസ് ഓണറുടെ മകളും ഗാങ്ങും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുകയാവും. നമ്മളെല്ലാരും കൂടെ കളിച്ചു രസിച്ചു ചിരിച്ചു സന്തോഷമായി നടക്കുന്നു. ഈ സമയത്താവും ഹൗസ് ഓണറുടെ മോളെ അയാളെ വീട്ടിലേക്ക് വരാൻ വിളിക്കുന്നത്. സിന്ധുകുഞ്ഞിനൊരു ഫോണുണ്ട്, അച്ഛനാണ്, ഉടനെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അതറിഞ്ഞതും ഫ്രണ്ട്സ് എല്ലാരും കൂടി അങ്ങോട്ടേക്ക് ട്രിപ്പ് ആക്കാൻ പ്ലാൻ ആക്കും. ഞങ്ങൾ എല്ലാരും കൂടെ സിന്ധുവിന്റെ വീട്ടിലേക്ക് വരാം. ആ വീട്ടിലേക്ക് ഇവർ മാത്രമല്ല പോകുന്നത്, അവരുടെ ഒരു ടീച്ചറും ഒപ്പം പോകും. ടീച്ചർ ആരാണെന്ന് ചോദിച്ചാൽ വീണ്ടും അറിയാം. ആരും പേടിക്കേണ്ട ഗൈസ്, പ്രേതമൊന്നുമല്ല, ഡബിൾ റോൾ ആണ്. ഡബിള്. ഈ സിനിമയിൽ മറിയയും ദേവ്ജിയും മാത്രമല്ല വൃത്തിയുള്ളവർ. ഇതിൽ അഭിനയിച്ച ഓരോരുത്തരും നല്ല വൃത്തിയുള്ള ആൾക്കാരാണ്. വീട്ടിൽ കയറി ചെന്ന ഉടനെ തന്നെ അവർ ചോദിക്കുന്നത് വെള്ളത്തിനോ ചായക്കൊന്നുമല്ല. അപ്പൊ ഡാഡി പറയും കാപ്പിയൊക്കെ കുടിച്ചിട്ട് മതി കുളിയൊക്കെ. ഉടനെ തന്നെ അടുത്ത ആള് പറയും കാപ്പി കുടിച്ചില്ലേലും സാരമില്ല, ആദ്യം ഞങ്ങൾക്കൊന്ന് കുളിക്കണം. അതിന്റെ ഇടയിൽ കൂടെ മറ്റൊരുത്തൻ, ഞാൻ നേരത്തെ ചോദിക്കണമെന്ന് വെച്ചതാ, സിന്ധു ഇവിടെ എത്ര ബാത്റൂം ഉണ്ട്? കുളിയോട് ഇത്രയും പാഷനുള്ള മനുഷ്യരെ ഞാൻ ആദ്യമായിട്ട് കാണുക. വേറൊരു ടീമിന് ഈ ബാത്റൂം ഒന്നും പോരാ. ഇവിടെ അടുത്തെങ്ങാനും ബീച്ച് ഉണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ പോയി മനോഹരമായിട്ട് ഒരു കുളി കുളിക്കായിരുന്നു. ഈ പടത്തിന്റെ പകുതി ഇവരൊക്കെ കൂടി കുളിച്ചു തന്നെ തീർക്കും. അങ്ങനെ അവർ ആ നാടൊക്കെ എൻജോയ് ചെയ്ത് ആ തെങ്ങിൻ തോപ്പിലൂടെ നടക്കുകയാവും. അപ്പോഴാവും അവർക്ക് ദാഹിക്കുന്നത്. ഒരു കരിക്കിന്റെ വെള്ളം കിട്ടിയിരുന്നെങ്കിൽ ക്ഷീണം മാറി. അതോടെ ഒരുത്തൻ തെങ്ങിന്റെ മേലെ കരിക്കിടം കയറും. ബട്ട് ഗൈസ്, അവൻ തെങ്ങിന്റെ മുളന്ന് കെട്ടിമറിഞ്ഞ് വീണ് ഒരു കൈമ മുറിയാവും. അവന്റെ കയ്യിൽ നിന്നും ചോര ആ മണ്ണിലേക്ക് ഇറ്റിറ്റ് വീഴും. ആ ചോര വീണത് നമ്മുടെ മറിയച്ചിയെ കുഴിച്ചിട്ട സ്ഥലത്താവും. ഉടനെ തന്നെ മേശപ്പ് കത്തിച്ച് നിലം പിളർന്ന് അവൾ വരികയാണ്. യെസ് ഗൈസ്, മറിയയുടെ പ്രേതം എഴുന്നേറ്റ് വരും. എന്നിട്ട് ആ പ്രേതം നേരെ ചെന്ന് ടീച്ചറുടെ മേത്ത് കയറും. അവിടുന്ന് പ്രേതം ടീച്ചറിനെ കൊണ്ട് ദേവ്ജിയുടെ ശവം കുഴിച്ചിട്ട സ്ഥലത്ത് ചെന്നിട്ട് കുറച്ച് ചോര ഞെട്ടിക്കും. ഉടനെ തന്നെ ദേവ്ജിയും മേശപ്പ് കത്തിച്ച് പുറത്തു വരും. പിന്നീട് അവിടെ അതിഭീകരമായ പാരനോർമൽ ആക്ടിവിറ്റീസ് ആണ്. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി വീട്ടിലേക്ക് ആരെങ്കിലും കൂട്ടിക്കൊണ്ടുവന്നാൽ കുളിക്കാൻ പോയതായിരിക്കും. രാത്രി അയാൾ തെങ്ങിൻ തോപ്പിലൂടെ വെള്ളയും ഇട്ട് പിള്ളേരെ പിടിപ്പിക്കുക. ഒപ്പം ദേവ്ജിയുടെ വക സ്കെലട്ടൺ ഡാൻസും. ഇതിന്റെ ഒക്കെ ഇടയിലും പ്രേതമായിട്ടും കൂടി നമ്മുടെ ദേവ്ജിയുടെയും മറിയയുടെയും റൊമാൻസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിലവരെ കുറ്റം പറയാനും പറ്റില്ല, കാരണം ഫസ്റ്റ് നൈറ്റ് പോലും എൻജോയ് ചെയ്യാൻ പറ്റാതെയല്ലേ മരിച്ചു പോയത്. അവസാനം ഇവിടെ ഭയങ്കര പ്രേതശല്യമാണെന്ന് മനസ്സിലാക്കിയ ഡാഡിയും മോളും ടീംസും ഒരു മന്ത്രവാദിയെ കൊണ്ടുവരും. മന്ത്രവാദി വന്ന് കളത്തിൽ നിന്ന് വൺ ഡയലോഗ്. ഇതൊക്കെ കേട്ട് കലിപ്പായ മറിയ ഒരൊറ്റ ഉന്ത് വെച്ചു കൊടുക്കും. എന്നിട്ട് അവൾ പുറത്തു പോയി മറിയനും ദേവ്ജിനെ കൊന്ന ആ വേലക്കാരനെ പോയി കൊല്ലും. ആ കൊല കഴിഞ്ഞതും ദേവ്ജി വരികയാണ്. ദേവ്ജി എപ്പോഴും ഒന്ന് ലേറ്റായി വരികയുള്ളൂ, കാരണം അങ്ങനെ ദേവ്ജി വന്ന് ആ ഡാഡിയുടെ അടുത്ത് നിന്നൊരു കാര്യം പറയും, സ്റ്റാച്യു. അതോടെ മൂപ്പർ അനങ്ങാതെ നിൽക്കുകയാവും. ഈ സമയം മറിയ ഒരു കാർ എടുത്ത് വന്ന് അയാളെ ഇടിച്ചു കൊല്ലും. ലാസ്റ്റ് ദേവ്ജിക്കും മറിയയ്ക്കും ശാന്തി കിട്ടി അവിടുന്ന് യാത്രയാവും. പടം കഴിഞ്ഞ്. പോണേന് മുന്നേ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ പറയാൻ സമയമില്ല, നമുക്ക് പോവാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസ്താരത, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ കമ്പകൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.